കാരണം അതൊരു രംഗബോധമില്ലാത്ത കോമാളിയാണ്. എപ്പോൾ എവിടെ വരുമെന്ന് പ്രവചനങ്ങൾക്ക് അതീതമാണ്. അവധിക്കാലം ആഘോഷിക്കാനെത്തുമ്പോൾ ഭീകരർ വെടിവെച്ചു കൊല്ലുന്നു അങ്ങ് പഹൽഗാമിൽ. ഇഷ്ട ടീമിന്റെ ട്രോഫി പരേഡിന് പോകുമ്പോൾ അവിടുത്തെ തിക്കും തിരക്കും ജീവനെടുക്കുന്നു. അതിങ്ങ് ബംഗളൂരിൽ. ജോലിക്കായും അവധിക്കാലം ആഘോഷിക്കാനായും വിമാനത്തിൽ പറന്നുയരുമ്പോൾ അത് തകർന്നു വീഴുന്നു. അതങ്ങ് അഹമ്മദാബാദിൽ. ഹോസ്റ്റലിലെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലമുകളിൽ വിമാനം അഗ്നിഗോളമായി വന്നു വീഴുന്നു. അത് ആ ഹോസ്റ്റലിൽ. മരണം അതൊരു രംഗബോധമില്ലാത്ത കോമാളിയാണ്. അവിടെയും മരണമേ ഇന്നല്ല ഇന്ന് പറയാൻ ചിലർക്കാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആ മരണത്തോട് ഗുഡ് ബൈ പറഞ്ഞു പോയ രമേഷ് വിശ്വാസ് ഈ അപകടത്തിലെ അത്ഭുതപ്പെടുത്തുന്ന അതിജീവനം നടത്തിയ മനുഷ്യനാണ്. രമേഷ് വിശ്വാസ് കുമാറിനെ പോലെ ചില അത്ഭുത മനുഷ്യർ അവർ ജീവിക്കുന്നത് നമുക്ക് വലിയ പ്രതീക്ഷകളുമായിട്ടാണ്. മരിച്ച 241 പേരിൽ യാത്ര ചെയ്ത 242 പേരിൽ രമേഷ് വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നില്ല. 11A എന്ന ടിക്കറ്റ് നമ്പറിൽ യാത്ര ചെയ്ത രമേഷ് വിശ്വാസ് കുമാറിന്റെ രക്ഷപ്പെടൽ അത്ഭുതകരമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നത് രമേഷിനും ഇപ്പോഴും പൂർണ്ണമായും നിശ്ചയമില്ല. നമുക്കും അത് എങ്ങനെയാണെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അതേസമയം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി UK പോയ ഒരുപാട് മനുഷ്യർ, നമ്മുടെ രഞ്ജിതയെ പോലെ, അതേപോലെ പ്രതീഷ് നിധിയെ പോലെ, കോസിറോയെ പോലെ, ആ വിമാനത്തിലുണ്ടായിരുന്ന റോഷ്നിയെ പോലെ ആകാശത്തെ സ്നേഹിച്ച ഒരുപാട് മനുഷ്യർ, യാത്ര ചെയ്തിരുന്ന മനുഷ്യർ, പണിയെടുത്തിരുന്ന മനുഷ്യർ, ജീവനുള്ള കാലം ഏതു പ്രതിസന്ധിയിലും ചിരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുക എന്നതാണ് ഈ അപകടങ്ങളെല്ലാം നമ്മളോട് പറയുന്നത്. ഈ നിമിഷത്തിൽ തന്നെ ജീവിക്കൂ. നാളെ എന്തെന്ന് ആരെന്നും എങ്ങനെ അറിയാൻ നമുക്ക് സാധിക്കും?